ഹായ് മക്കളെ, നമ്മുടെ +2 എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ +2 എക്സാമിന്റെ കൂടെ തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നിങ്ങൾ +2 കഴിഞ്ഞ് എന്തിനാണ് പോകുന്നത്, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഏത് കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്താലും അതിനൊരു എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ എൻട്രൻസ് എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴും ഹൈലി ഡിമാൻഡഡ് ജോബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഞ്ചിനീയറിംഗും മെഡിസിനും തന്നെയാണ്, അല്ലെ? മെജോറിറ്റി ആൾക്കാരും ഇപ്പോഴും എഞ്ചിനീയറിംഗിലേക്കും മെഡിസിനിലേക്കും തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നമ്മുടെ മെഡിസിൻ പഠിച്ചിറങ്ങിയ കുട്ടികളുടെ എണ്ണം തൊട്ടടുത്ത വർഷങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കുട്ടികളിൽ നിന്ന് ബെറ്റർ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ബെറ്റർ ആൾക്കാരെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്? ഇത് പഠിച്ചിറങ്ങിയ അല്ലെങ്കിൽ ഇവർ പഠിച്ചിറങ്ങിയ കോളേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ ഏത് കോളേജിൽ നിന്നാണോ ഇവരുടെ ഡിഗ്രി പൂർത്തിയാക്കി ഇറങ്ങിയത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏറ്റവും നല്ല കോളേജിൽ പഠിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ നല്ല കോളേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എൻട്രൻസ് എക്സാമുകൾ ഉള്ളത്, അല്ലെ? അപ്പോൾ ഒരു നല്ല കോളേജിൽ പഠിക്കണം, ഒരു നല്ല സീറ്റ് നേടി അല്ലെങ്കിൽ നല്ല റാങ്ക് നേടി നല്ല കോളേജിൽ പഠിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, ഒരു വർഷം ഇതിനു വേണ്ടി മാറ്റിവെച്ച് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ ഈ ഫീൽഡിലേക്ക് പോകണോ വേണ്ടയോ എന്ന് ഒരു സംശയമുള്ള കുട്ടികളാണെന്ന് വിചാരിച്ചു. അവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അവര് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ക്രാഷ് പ്രോഗ്രാമുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്താണ് ക്രാഷ് പ്രോഗ്രാം? കേരളത്തിലെ ഒട്ടുമിക്ക പ്ലാറ്റ്ഫോമുകളും കേരളത്തിലെ ഒട്ടുമിക്ക ഫേമുകളും ഇപ്പോൾ ക്രാഷ് പ്രോഗ്രാമുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ടാവും. ക്രാഷ് പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞാൽ ഈ എക്സാം കഴിഞ്ഞ്, അതായത് ഈ എക്സാമിന്റെ ചൂടോടുകൂടി തന്നെ, എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം കൊണ്ട് നിങ്ങളെ ഈ എക്സാംസിന് വേണ്ടി, ഈ എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ് കാര്യം. നിങ്ങൾ ബോർഡ് ലെവലിൽ പഠിച്ചാൽ, അല്ലെങ്കിൽ ബോർഡ് ലെവലിൽ നിങ്ങൾ പഠിച്ച ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ എക്സാമുകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങളെ എക്സാമിന് പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ് ക്രാഷ് പ്രോഗ്രാമുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായമല്ല, ഒട്ടുമിക്ക എല്ലാ ടീച്ചേഴ്സിൻ്റെയും അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു ക്രാഷ് പ്രോഗ്രാം എടുത്താൽ അത് നിങ്ങൾക്ക് ഗുണമേ ചെയ്യുള്ളൂ. കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇനി അതല്ല, നിങ്ങൾ വേറൊരു രീതിയിൽ കൂടി നമുക്ക് ചിന്തിക്കാം. ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് നോക്കാം, നമ്മളൊരു വർഷം ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുവാണ്, നമ്മളൊരു ട്രൈ കൂടി ചെയ്യുവാണ്. ഈ ഒരു ക്രാഷ് പ്രോഗ്രാം എഴുതി ഒരു ട്രൈ ചെയ്യുവാണ്. നമുക്ക് നല്ല റാങ്ക് അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടിയാൽ നമുക്ക് ഈ വർഷം തന്നെ നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും. അപ്പോൾ ക്രാഷ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. കാര്യം ഈ ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ, നിങ്ങൾ പഠിച്ചു വരുന്ന ആ ഒരു ഫ്ലോയിൽ തന്നെ, ആ ഒരു ട്രാക്കിൽ തന്നെ നിങ്ങൾക്ക് ക്രാഷ് പ്രോഗ്രാം കൂടി അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ല കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ മാറ്റി വെക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ ഒരു വർഷം മാറ്റിവെക്കാൻ തീരുമാനിച്ച കുട്ടികളാണെങ്കിലും, ഞാൻ ക്രാഷിന് പോകുന്നില്ല, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള കുട്ടികളാണെങ്കിലും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ ക്രാഷിന് ജോയിൻ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അടുത്ത ചോദ്യം നിങ്ങൾ വരുന്നത്, ഇതിനുള്ള എമൗണ്ട് അല്ലെങ്കിൽ ഇതിനുള്ള പൈസ അല്ലെങ്കിൽ ഇതിനുള്ള ക്യാഷ്, ഈ ക്രാഷ് കോഴ്സിനൊക്കെ അത്യാവശ്യം വില വരുന്ന കോഴ്സുകളാണ്, അല്ലെ? അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ക്രാഷ് കോഴ്സുകൾ. അപ്പോൾ ഈ ക്രാഷ് കോഴ്സുകൾ എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഒട്ടുമിക്ക പ്ലാറ്റ്ഫോമുകളും അവരുടെ സ്കോളർഷിപ്പുകൾ ഈ സമയത്ത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എഡ്യൂപോർട്ടിന്റെ സ്കോളർഷിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. നിങ്ങളുടെ +1 മാർക്ക് നോക്കിയാണ് നമ്മൾ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. +1 മാർക്ക് നോക്കിയാണ് നമ്മൾ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നീറ്റിനും കീമിനും വേണ്ടി നമുക്ക് ഓഫ്ലൈൻ ബാച്ചും ഉണ്ട്, ഓൺലൈൻ ബാച്ചും ഉണ്ട്. ഓക്കെ അല്ലെ? ഓഫ്ലൈൻ ബാച്ചും ഉണ്ട്, ഓൺലൈൻ ബാച്ചും ഉണ്ട്. നമുക്ക് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ കോമ്പിനേഷനുകളാണ് ഇവിടെ നോക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. നിങ്ങൾ
കീം റിപ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കീം ക്രാഷിനാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മാർക്കുകൾ നോക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇങ്ങനെ 3 സബ്ജക്റ്റുകളായിരിക്കും. ഇനി നിങ്ങൾ അതല്ല, നിങ്ങൾ നീറ്റ് ക്രാഷ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മാർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിരിക്കും. ഓക്കെ അല്ലേ? അതാണ് ഈ PCB, PCM എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ നിങ്ങൾ നീറ്റ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയും, കീം ആണ് നോക്കുന്നതെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 വിഷയങ്ങളുടെ മാർക്കായിരിക്കും നിങ്ങൾ നോക്കുന്നത്. ഈ 3 വിഷയം കൂടി നമുക്ക് മാർക്ക് വരുന്നത് 240ലാണ്, 240ലാണ് +1 മാർക്ക് വരുന്നത്. ആ 240ൽ നിങ്ങൾ 240 മേടിച്ചിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണെന്ന് വെച്ചോ, 240ൽ 240 മേടിച്ചിട്ടുള്ള സ്റ്റുഡന്റ് ആണെന്ന് വെച്ചോ. അങ്ങനെയുള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഫീയും എഡ്യൂപോർട്ട് തന്നെ അടച്ച് നിങ്ങളെ 100% ഫ്രീ ആയിട്ട് 100% സ്കോളർഷിപ്പോടുകൂടി നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾക്ക് ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓഫ്ലൈൻ ബാച്ച് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈൻ ബാച്ച് സെലക്ട് ചെയ്യാം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഓഫ്ലൈൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരാളാണെന്ന് വിചാരിച്ചിരുന്നു, നിങ്ങൾക്ക് വരാൻ കഴിയില്ല, നിങ്ങൾക്ക് ഓഫ്ലൈനിൽ വരാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് അന്നേലും ഓൺലൈൻ നോക്കണം. നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങൾക്കും നോക്കി, ഈ 3 വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 240 ഔട്ട് ഓഫ് 240 ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ചെലവുമില്ല, ഒരു എക്സ്പെൻസും ഇല്ല. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് 239 ആണ് മാർക്ക് എന്ന് വിചാരിച്ചു, 1 മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ചു. ഈ 240ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ കോഴ്സ് ഫീയും, എല്ലാ മെറ്റീരിയൽ ഫീയും, എല്ലാ രജിസ്ട്രേഷൻ ഫീയും, ഹോസ്റ്റൽ ഫീ അടക്കം നിങ്ങൾക്ക് ഫ്രീ ആണ്. ഹോസ്റ്റൽ ഫീ അടക്കം നിങ്ങൾക്ക് ഫ്രീ ആണ് ഓഫ്ലൈൻ ക്യാമ്പസ് ആണെങ്കിൽ. ഓക്കെ അല്ലേ? ഇനി 239 ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പോടെ എന്തെടുക്കാം? ഓൺലൈൻ കോഴ്സ് എടുക്കാം. ഇനി ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഫ്രീ ആണ്, പക്ഷെ ഹോസ്റ്റൽ ഫീ മാത്രം നിങ്ങൾ അടക്കണം 239 ആയിട്ടുണ്ടെങ്കിൽ. ഇനി നിങ്ങളുടെ മാർക്ക് 238 ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കിയേ, നിങ്ങൾക്ക് 240ൽ 238 മാർക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 90% കോഴ്സ് ഫീ, ശ്രദ്ധിച്ചേ, 90% കോഴ്സ് ഫീ സ്കോളർഷിപ്പ് കിട്ടും. അതായത് 1000 രൂപയുടെ കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 90% ഫ്രീ ആയിരിക്കും. അതായത് 900 രൂപ ഫ്രീ ആയിരിക്കും, 100 രൂപ അടച്ചാൽ മതി. അതുപോലെ ഇവിടെയും 90% നിങ്ങളുടെ കോഴ്സ് ഫീ സ്കോളർഷിപ്പോട് കൂടിയാണ് നിങ്ങൾ പഠിക്കുന്നത്. അതായത് 1000 രൂപയുടെ കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ വെറും 100 രൂപ അടച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ 2 മാർക്കിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ ഇത്രയും കുറയ്ക്കേണ്ട കാര്യം? ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമുകൾക്കെല്ലാം 2 മാർക്കും 1/2 മാർക്കും 0.1 മാർക്കൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പൊ ഈ 1 മാർക്കൊക്കെ വളരെ വളരെ വലിയ വ്യത്യാസങ്ങളാണ്. ഓക്കെ അല്ലേ? അങ്ങനെ ഇവിടെ എല്ലാത്തിന്റെയും നോക്കി 239 വന്നിരുന്നു, 238 വരുന്നു പറഞ്ഞിട്ടുണ്ട്. 236ഉം 237ഉം ആണെങ്കിൽ 75%, 231 മുതൽ 235 വരെയാണെങ്കിൽ 50% കിട്ടും. 221 മുതൽ 230 വരെയും, 201 മുതൽ 220 വരെയും, 180 മുതൽ 200 വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ക്രാഷ് പ്രോഗ്രാം ഒന്ന് അറ്റൻഡ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. എന്താണ് കാര്യം? നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടും. എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. കാര്യം നിങ്ങൾക്ക് പറഞ്ഞു കേട്ട് അറിയല്ലേ ഉള്ളൂ, എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. അതിനുവേണ്ടി നിങ്ങൾക്ക് ക്രാഷ് പ്രോഗ്രാം ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ക്രാഷ് പ്രോഗ്രാമിന്റെ എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. അതുകൂടാതെ കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. കേട്ടല്ലോ, കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് പഠിക്കുന്നത്. നിങ്ങൾക്ക് ഓൺലൈനും ഓഫ്ലൈനുമായിട്ടുണ്ട്. നീറ്റ്, കീം, പിന്നെ CUT ഒക്കെ ഏറ്റവും അടുത്ത് വരുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും ക്രാഷ് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ താഴെ ഒരു ലിങ്ക് കൊടുക്കാം, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുക. പിന്നെ താഴെ കൂടി ഒരു നമ്പർ പോകുന്നുണ്ട്, ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. കേട്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സ്, ഓൺലൈൻ ക്രാഷ് വളരെ സിമ്പിൾ ആയിട്ട് അധികം എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പൊ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഡിസൈഡ് ചെയ്യുക, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതൊന്ന് ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു തീരുമാനം എടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ തകർക്കുക. ഇനി +2 കഴിഞ്ഞിട്ട് വലിയ വലിയ ഉയരങ്ങളിലെത്തട്ടെ.